അപ്പോൾ ഞാൻ ആക്ച്വലി ഒരു ഒഫീഷ്യൽ ട്രിപ്പിൻ്റെ ഭാഗമായിട്ട് ഹൈദരാബാദ് വന്നതാണ്. അപ്പോൾ ഹൈദരാബാദ് വന്നപ്പോൾ ഇന്ന് സൺഡേ ആണ്. ഇപ്പോൾ നമ്മുടെ ഉദയ് ഇല്ലേ, പണ്ട് എൻ്റെ കുറേ വീഡിയോസിലുള്ള ഉദയ് ഇപ്പോൾ ഹൈദരാബാദിലുള്ള. അപ്പോൾ ഉദയിൻ്റെ കൂടെ ഞാൻ കൂടിയിരിക്കുകയാണ്. ഞാൻ വളരെ മുമ്പ് ഹൈദരാബാദ് വന്നിട്ടുണ്ട്, പക്ഷേ ഇപ്പോൾ കുറേ നാളായി വന്നിട്ട്. ഫ്രീ ആയപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് ഇറങ്ങിയതാണ്. അപ്പോൾ മെട്രോ സ്റ്റേഷനിൽ ഞങ്ങൾ ഇവിടുന്ന് ട്രെയിൻ പിടിച്ചിട്ട് 1-2 സ്ഥലങ്ങളിലേക്ക് പോകേണ്ട പരിപാടിയുണ്ട്. അപ്പം അതെല്ലാം കൂടി ചേർത്തിട്ട് ഒരു ട്രാവൽ വീഡിയോ നിങ്ങളെ കാണിക്കേണ്ട പരിപാടിയാണ്. ആരെങ്കിലും ഹൈദരാബാദ് വന്നാൽ യൂസ്ഫുൾ ആവണമെങ്കിൽ ആവട്ടെ എന്ന് വെച്ചു. പിന്നെ എന്നെ സംബന്ധിച്ച് വലിയ മെമ്മറീസും കൂടിയാണ് അതൊക്കെ. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ലാസ്റ്റ് വരെ കാണും കേട്ടോ. ഞാൻ ഉദയനെ ജസ്റ്റ് കാണിച്ചു തരാം. അത് വെൽക്കം പറഞ്ഞേ. വെൽക്കം ടു ഹൈദരാബാദ്. ആയിക്കോട്ടെ, താങ്ക് യു. സംസാരിച്ചിരിക്കുമ്പോൾ ഞങ്ങളുടെ ഒരു ട്രെയിൻ അങ്ങ് പോയിട്ടോ, അടുത്ത് വരുന്നുണ്ട്, കയറേണ്ട പരിപാടിയില്ല കേട്ടോ. അപ്പോൾ യാത്ര തുടങ്ങുന്നതിന് മുമ്പ് ഒരു കാര്യം പറയാം. എന്തായാലും ഒരു 3-4 സ്ഥലങ്ങൾ കാണാൻ ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത്രയും സ്ഥലങ്ങളുടെ വിശാലമായ വീഡിയോ ഒരുമിച്ച് ഉൾക്കൊള്ളിക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ എല്ലാ സ്ഥലങ്ങളുടെയും കുറേശ്ശായിട്ട് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താം. അതിനുശേഷം ഓരോന്നിൻ്റെയും വിശദമായ വീഡിയോ പിന്നെ അവിടെ പോയിട്ട് ബാക്കി കാണാം കേട്ടോ. ഇപ്പോൾ ഞങ്ങൾ മെട്രോ ട്രെയിനിൽ കയറിയിട്ട് ലക്ഡിക്ക പോകുന്നൊരു സ്റ്റേഷൻ കേട്ടോ, മെട്രോ സ്റ്റേഷൻ. അവിടെ ഇറങ്ങിയിട്ട് പുറത്ത് ഓട്ടോറിക്ഷയിൽ കയറിയിട്ട് ലോ കോസ്റ്റ് ട്രാവലാണല്ലോ, ബിർള മന്ദിറിലേക്ക് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. ബിർള മന്ദിറിൽ പോയിട്ട് നമുക്ക് അവിടുത്തെ കാഴ്ചകളാണ്. ഓക്കെ, ഇത് ഇവിടേക്ക് എത്തിയപ്പോൾ തന്നെ കണ്ട കാഴ്ച നിങ്ങൾ കണ്ടല്ലോ. ഇവിടെ ഫോട്ടോഗ്രാഫിയോ വീഡിയോഗ്രാഫിയോ ഒന്നും അലൗഡ് അല്ല കേട്ടോ. എന്തായാലും ഞങ്ങൾ ടിക്കറ്റൊക്കെ എടുത്ത് ഉള്ളിലേക്ക് കയറുകയാണ്. കയറിയിട്ട് ഇറങ്ങിയതിന് ശേഷം വിശേഷങ്ങൾ നിങ്ങൾക്കും പറഞ്ഞുതരാം കേട്ടോ. 10 വർഷം കൊണ്ട് നിർമ്മിച്ച് 1976 പൂർത്തീകരിച്ച ഒരു ഹിന്ദു ടെമ്പിളാണ് ബിർള മന്ദിർ. 280 അടി മുകളിലായി ഒരു കുന്നിൻ്റെ മുകളിൽ നിർമ്മിച്ചിരിക്കുന്ന ഈ ടെമ്പിൾ 13 ഏക്കർ പ്ലോട്ടിലാണ് സ്ഥിതി ചെയ്യുന്നത്. ദ്രാവിഡ, രാജസ്ഥാനി, ഉത്കല വാസ്തുവിദ്യകളുടെ മിശ്രിതമായ ഈ ക്ഷേത്രം 2000 ടൺ ശുദ്ധമായ വെളുത്ത മാർബിൾ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. പ്രധാന ദേവനായ വെങ്കടേശ്വരന്റെ ഗ്രാനൈറ്റ് വിഗ്രഹത്തിന് 11 അടി ഉയരമുണ്ട്. പ്രധാന ശ്രീകോവിലിന് പുറമെ വെങ്കടേശ്വരൻ, പത്മാവതി, ആണ്ടാൾ എന്നിവരുടെ ഭാര്യമാരെ പ്രത്യേകം ശ്രീകോവിലുകളിൽ പ്രദർശിപ്പിച്ചിട്ടുമുണ്ട്. ശിവൻ, ശക്തി, ഗണേശൻ, ഹനുമാൻ, ബ്രഹ്മാവ്, സരസ്വതി, ലക്ഷ്മി എന്നിവരുൾപ്പെടെ വിവിധ ദേവന്മാർക്കും ദേവികൾക്കും പ്രത്യേകം ശ്രീകോവിലുകളും ക്ഷേത്രത്തിലുണ്ട്. എന്തായാലും നിങ്ങൾ ഹൈദരാബാദിലേക്ക് വരികയാണെങ്കിൽ ബിർള മന്ദിർ ഒരു പ്രത്യേക അനുഭവം തന്നെയായിരിക്കും നിങ്ങൾക്ക്. ഞങ്ങൾ ബിർള മന്ദിറിൽ നിന്ന് ഇറങ്ങിയിട്ട് അടുത്ത് ചൗമാല പാലസിലേക്ക് പോകേണ്ട പരിപാടിയാണ്. നല്ലൊരു പാലസാണെന്ന് ഉദയ് പറഞ്ഞു. ഉദയ് നേരത്തെ പോയിട്ടുണ്ടെന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ എന്തായാലും അവിടെയും ഫോട്ടോഗ്രാഫി വീഡിയോഗ്രാഫി ഒക്കെ അലൗഡാണെന്ന് അറിയില്ല കേട്ടോ. പ്രശ്നതരം യാത്ര ഞങ്ങൾ കാറിലാക്കിയിട്ടുണ്ട്. അപ്പോൾ അവിടെ പോയിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ. ഇത് ഞങ്ങളിപ്പോൾ ചൗമഹല പാലസിലേക്ക് എത്തിയിരിക്കുകയാണ്. അത്യാവശ്യം നല്ല തിരക്കുള്ള ദിവസമായിരുന്നു കേട്ടോ. കാറുകളുടെ ഒരു നിര തന്നെ കാണാൻ പറ്റും. ഇവിടെ നേരെ ടിക്കറ്റ് കൗണ്ടറിലേക്ക് ഇത് എൻ്റെ സന്തോഷ വാർത്തയാണ്. ഇവിടെ മൊബൈൽ ഫോട്ടോഗ്രാഫി അലൗഡാണ്. 50 രൂപ എക്സ്ട്രാ കൊടുത്താൽ മതി കേട്ടോ. ഇപ്പോൾ ടിക്കറ്റൊക്കെ എടുത്ത് നേരെ ഉള്ളിലേക്ക് കയറുമ്പോൾ തന്നെ ഇത് വളരെ മനോഹരമായ ഒരു എക്സ്റ്റീരിയറും കൊട്ടാരങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ എന്തൊക്കെയാണ് കാണാനുള്ളതെന്ന് ക്രിസ്പായിട്ട് ഞാനൊന്ന് പറഞ്ഞുതരാം. ഹൈദരാബാദിലെ നിസാമുമാരുടെ കൊട്ടാരമാണ് 4 കൊട്ടാരങ്ങൾ എന്നർത്ഥമുള്ള ചൗമല പാലസ്. നിസാം സലാബത്ത് ജംഗ് ആണ് ഈ കൊട്ടാരം നിർമ്മിച്ചത്. 1750 നിർമ്മാണം ആരംഭിച്ച് 1880കളിലാണ് ഈ കൊട്ടാരത്തിൻ്റെ പണികൾ അവസാനിച്ചത്. എന്തായാലും സന്ദർശകർക്ക് വേണ്ടി ഇവിടെ ക്രമീകരിച്ചിരിക്കുന്ന മ്യൂസിയത്തിൽ ചരിത്രവും വാസ്തുവിദ്യയും ഇഷ്ടപ്പെടുന്ന ആരെയും ആകർഷിക്കുന്ന ഒരുപാട് കാഴ്ചകൾ നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ പ്രധാനമായും ഭംഗിയായി മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്ന 2 നടുമുറ്റങ്ങളും പൂന്തോട്ടങ്ങളും പിന്നെ ബെൽജിയൻ ക്രിസ്റ്റൽസ് പതിപ്പിച്ച അതിമനോഹരമായ ഷാൻലിയേഴ്സ് കൊണ്ട് മനോഹരമാക്കിയിരിക്കുന്ന ദർബാർ ഹാള്, ക്ലോക്ക് ടവർ, ലൈബ്രറി, വിൻറ്റേജ് കാറുകളുടെ അതിമനോഹരമായൊരു പ്രദർശനം, പിന്നെ എണ്ണിയാലൊടുങ്ങാത്ത ആയുധങ്ങളുടെ ശേഖരവും രാജഭരണകാലത്തെ ഒരുപാട് ഓർമ്മകളുടെ അവശേഷിപ്പുകളും കാണാൻ സാധിക്കും. അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽഡായ ഒരു വീഡിയോ ഞാൻ പിന്നീട് അപ്ലോഡ് ചെയ്യാം. എന്നാലും നമുക്ക് കുറച്ച് കാര്യങ്ങൾ പെട്ടെന്ന് കണ്ടിട്ട് തിരിച്ചു വരാം.
ഇപ്പൊ ചൗമാല പാലസ് കഴിഞ്ഞിട്ട് ഞങ്ങൾ ചാർമിനാറിലേക്ക് എത്തിരിക്കട്ടോ. തൊട്ടടുത്ത് തന്നെയാണ്, നടന്നു വരേണ്ട ദൂരമുള്ളൂ കേട്ടോ ഇവിടേക്ക്. ഇത് കണ്ടോ ചാർമിനാർ കാണുന്നത്. ഇവിടെ ശരിക്കും എന്താ പറയാ, സ്ട്രീറ്റ് ഭയങ്കരമായിട്ട് ഇങ്ങനെ കച്ചവടക്കാരെ കൊണ്ട് നിറഞ്ഞിരിക്കുക കണ്ടല്ലോ. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യം കേട്ടോ, ചെറുതെ ഇങ്ങനെ കണ്ടു നടക്കുക എന്നുള്ള. അപ്പൊ നമുക്ക് എന്തായാലും ചാർമിനാറിലേക്ക് പോവാം. കുറെ ക്യൂ ഒക്കെ നിന്ന് ഉണ്ടോ, വലിയ ക്യൂ അവിടേക്ക് കയറാന്. ഞങ്ങൾ ടിക്കറ്റ് എടുത്ത് ഉള്ളിലേക്ക് കയറിയിരിക്കുകയാണ്. അപ്പം ഞങ്ങൾ ചാർമിനാറിന്റെ മേളിലേക്ക് കയറാൻ പോകട്ടോ. അവിടെ പോയിട്ട് അവിടുത്തെ കാഴ്ചകൾ കാണിക്കാൻ കുറച്ച് വാ. അപ്പോൾ കുറേ ഇടുങ്ങിയ സ്റ്റെപ്പൊക്കെ കയറിയിട്ട് മേളിലേക്ക് എത്തിയിട്ടുണ്ട്. ചാർമിനാറിന്റെ മേളിൽ നിന്നുള്ള വ്യൂ ഒന്ന് നോക്കിണ്ടേ. കാരണം നമ്മുടെ തൃശ്ശൂർ പൂരം പോലെയല്ലേ, അത്രമാത്രം ആളുകൾ വരുന്നത് കണ്ടോ. അടിപൊളി. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോയി നോക്കാട്ടോ. ചാർമിനാറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഹൈദരാബാദിലെ ഏറ്റവും പ്രശസ്തമായ ഒരു ചരിത്ര സ്മാരകമാണ് ചാർ. 1591 സുൽത്താൻ മുഹമ്മദ് കിലി കുത്തുബ് ഷാ നിർമ്മിച്ച ചാർമിനാർ തെലങ്കാന സംസ്ഥാനത്തിൻ്റെ സിംബൽ കൂടിയാണ്. ഉറുദു ഭാഷയിൽ ചാർ എന്നാൽ 4ഉം മിനാർ എന്നാൽ ടവർ എന്നും അനർത്ഥം. അങ്ങനെ 4 ടവേഴ്സ് ഉള്ളത് കൊണ്ടാണ് ഇതിന് ചാർമിനാർ എന്ന പേര് ലഭിച്ചത്. ചരിത്രപരവും മതപരവുമായി ഒരുപാട് പ്രാധാന്യമുള്ള ഈ സ്മാരകം അതിൻ്റെ ചുറ്റുമുള്ള ലോക്കൽ മാർക്കറ്റ്സിൻ്റെ പേരിലും പ്രശസ്തമാണ്. ഇവിടുത്തെ പ്രധാന മോസ്ക് ആയ മക്ക മസ്ജിദ് ചാർമിനാറിന് സമീപമായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. എനിക്കിവിടെ വന്നതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനം ഇതാട്ടോ. ഇതേ ചാർമിനാർ കഴിഞ്ഞ് ഞങ്ങൾ എത്തിയത് ഇവിടെ എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ച ഒരു സ്ഥലമാട്ടോ. ഇവിടെ പ്രാവുകൾക്ക് ആഹാരം കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് കേട്ടോ. ഒരുപാട് ആളുകൾ ഇവിടേക്ക് വരുന്നുണ്ട് ഈ പ്രാവുകളെ തീറ്റിക്കാൻ വേണ്ടി. ഇത് പല ആചാരങ്ങളുടെയും വിശ്വാസങ്ങളുടെയും ഭാഗമായിട്ട് ആളുകൾ ചെയ്യുന്നതാണെന്ന് തോന്നുന്നുണ്ട്. എന്നാലും എനിക്കിത് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇവിടെ പരിസരത്ത് നോക്കുകയാണെങ്കിൽ കുറേ കച്ചവടക്കാർ പലതരത്തിലുള്ള ധാന്യങ്ങളുമായിട്ട് ഇവിടെ കച്ചവടമുണ്ട്. അവിടെ പല അളവിലും ധാന്യങ്ങൾ ലഭ്യമാണ്. അവിടെ നമുക്ക് കാശ് കൊടുത്ത് വാങ്ങിയിട്ട് ഈ പ്രാവുകളെ തീറ്റിക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് കേട്ടോ. എന്തായാലും ഈ സംഗതി അടിപൊളിയാട്ടോ. ഇവിടേക്ക് എത്തുമ്പം തന്നെ ഡോക്ടർ BR അംബേദ്കറുടെ ഒരു അതികായ പ്രതിമ, അതായത് 125 അടി ഉയരമുള്ള പ്രതിമ കേട്ടോ. ഈ പ്രതിമ സ്റ്റീലും ബ്രോൺസും ബ്രാസും ഒക്കെ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നത്. വിജയവാഡയിലെ സ്റ്റാച്യു ഓഫ് സോഷ്യൽ ജസ്റ്റിസ് കഴിഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ അംബേദ്കർ പ്രതിമ കൂടിയാണ് കേട്ടോ. ഇത് തെലങ്കാന വിധാനസഭയുടെ തൊട്ടടുത്തായിട്ട് വെച്ചിരിക്കുന്നത്. ഈ വിധാനസഭയുടെ കൺസ്ട്രക്ഷൻ കണ്ടോ, അടിപൊളിയാണ്, ഭയങ്കര ലുക്കാട്ടോ. അതിന് പുറത്തായിട്ട് ഡോക്ടർ BR അംബേദ്കർ തെലങ്കാന സ്റ്റേറ്റ് സെക്രട്ടറി എന്ന് എഴുതി വെച്ചിട്ടുണ്ട് ഉണ്ടല്ലോ. അപ്പോൾ വെൽക്കം ബാക്ക്. അപ്പോൾ ഞങ്ങൾ ചാർമിനാറൊക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ കുറച്ച് ടയർഡായിട്ട് നല്ല വെയിലായിരുന്നു. അപ്പോൾ എന്തായാലും ഞങ്ങൾ ഒന്ന് റൂമിലേക്ക് പോയിട്ട് ഫ്രഷ് ആയിട്ട് ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് ഇപ്പോൾ ഞങ്ങൾ വന്നിരിക്കുന്നത് ഹുസൈൻ സാഗർ ലേക്കിലേക്കാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഈ ഹൈദരാബാദിലെ തന്നെ ഏറ്റവും വലിയൊരു ടൂറിസ്റ്റ് അട്രാക്ഷനാണ് ഈ ഹുസൈൻ സാഗർ ലേക്ക്. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് നമ്മുടെ തെലങ്കാന സ്റ്റേറ്റ് സെക്രട്ടേറിയറ്റിന് മുന്നിലുള്ള അടിപൊളി ബിൽഡിംഗ് അവിടെ കാണുന്നത് കണ്ടല്ലോ. അവിടെ അംബേദ്കറുടെ വലിയൊരു പ്രതിമ ഞാൻ കണ്ടു. ഇതിന് നേരെ ഓപ്പോസിറ്റ് ലുംബിനി പാർക്കില്ലേ. ഇപ്പോൾ ലുംബിനി പാർക്കിൻ്റെ ഉള്ളിലേക്ക് കടന്നിട്ട് അവിടെ നിന്ന് നമുക്ക് ബോട്ടിങ്ങിൻ്റെ ടിക്കറ്റ് എടുക്കാം. അപ്പോൾ ബോട്ടിങ്ങിൻ്റെ ടിക്കറ്റ് എടുത്തിട്ട് നമുക്ക് ഈ ലേക്കിലൂടെ പോയിട്ട് ബുദ്ധൻ്റെ പ്രതിമയുണ്ട് ലേക്കിന് നടുക്കായിട്ട്. വളരെ വലിയൊരു പ്രതിമയാണ്, പലരും കേട്ടിട്ടുണ്ടാവും, നമ്മൾ വായിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതിലേക്ക് പോകേണ്ട പരിപാടിയാണ്. അപ്പോൾ എൻ്റെ കൂടെ പോയി നമുക്ക് കാണാത്തൊക്കെയാണ്. ഓക്കെ, ആദ്യം നമ്മൾ എത്തിയിരിക്കുന്നത് ഹുസൈൻ സാഗർ ലേക്കിലേക്കാണ്. ആദ്യമേ ഞാൻ പറഞ്ഞു ഹൈദരാബാദിലെ ഏറ്റവും വലിയൊരു ടൂറിസ്റ്റ് അട്രാക്ഷൻ തന്നെയാണ്. കാരണം ഇവിടെ ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട് ലേക്കിൽ. എന്നാലും ഏറ്റവും വലിയ അട്രാക്ഷൻ ഇതിൻ്റെ ഉള്ളിലുള്ള ശ്രീ ബുദ്ധൻ്റെ പ്രതിമ തന്നെയാണ്. ഇത് ഈ ലേക്കിൻ്റെ, ഹുസൈൻ സാഗർ ലേക്കിൻ്റെ നടുക്കിലായിട്ടാണ് പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. പ്രതിമയുടെ അടുത്തേക്ക് എത്താൻ ബോട്ട് സർവീസ് ലഭ്യമാണ്. പലതരം ബോട്ടുകളുടെ ലഭ്യമാണെങ്കിലും ഞങ്ങൾ പോയത് 100 കണക്കിന് യാത്രക്കാരെ ഒരേ സമയം ഉൾക്കൊള്ളാൻ കഴിയുന്ന വലിയൊരു ബോട്ടിലാട്ടോ. ഇതിലിരുന്നു കൊണ്ടുള്ള കാഴ്ചകൾ അതിമനോഹരം തന്നെയാണ്. അപ്പോൾ ആ കാഴ്ചകൾ ഒന്ന് കണ്ടതിന് ശേഷം നമുക്ക് നേരെ ബുദ്ധൻ്റെ സ്റ്റാച്യുവിൻ്റെ അടുത്തേക്ക് എത്താം കേട്ടോ. ആയിരത്തി 1992 സ്ഥാപിച്ചതും 58 അടി ഉയരമുള്ളതുമായ ഈ പ്രതിമ നിർമ്മിച്ചിരിക്കുന്നത് 350 ടൺ ഭാരമുള്ള വൈറ്റ് ഗ്രാനൈറ്റ് കൊണ്ടാണ്. ഇത് ലോകത്തിലെ ഏറ്റവും വലിയ ഒറ്റക്കൽ ബുദ്ധ പ്രതിമയും കൂടിയാണ്.
ഇവിടെ നിന്നുള്ള ഈ വിധാൻസഭയുടെ ദൃശ്യങ്ങളും അതിമനോഹരമാണ്. അപ്പോൾ ഞങ്ങൾ നേരത്തെ ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഉണ്ട് മടങ്ങുന്ന സമയത്തും അതിമനോഹരമായ വ്യൂസ് നമുക്കുണ്ട്. അതിൻ്റെ നിറങ്ങളും മാറി വരുന്നതും അങ്ങനെ കുറച്ചൊന്ന് കണ്ടതിന് ശേഷം നമുക്ക് ബാക്കി കാര്യം. ഞങ്ങളിവിടെ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ അടുത്ത ട്രിപ്പിനുള്ള യാത്രക്കാർ ഇങ്ങനെ അക്ഷമരായിട്ട് വെയിറ്റ് ചെയ്യാറുണ്ടല്ലോ. ഹുസൈൻ സാഗർ ലേക്കിന് സമീപത്തായി തന്നെ തെലങ്കാന മാട്രിക്സ് മെമ്മോറിയൽ അഥവാ അമരജ്യോതി എന്നറിയപ്പെടുന്ന മനോഹരമായ ഒരു മോണുമെന്റ് കാണാൻ സാധിക്കും. ഇതിൽ നോക്കുകയാണെങ്കിൽ ഈ നഗരത്തിൻ്റെ ചുറ്റുപാടുമുള്ള മേഖലകളുടെ മൊത്തം റിഫ്ലക്ഷൻ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടല്ലോ. ഇത് തെലങ്കാന സ്റ്റേറ്റ് രൂപീകരണവുമായി ബന്ധപ്പെട്ട് 1969 നടന്ന കലാപത്തിൽ മരണപ്പെട്ട 369 വിദ്യാർത്ഥികളുടെ ഓർമ്മയ്ക്ക് വേണ്ടി നിർമ്മിച്ചിരിക്കുന്നതാണ്. ഇത് അടുത്ത് വരുന്നത് ഞങ്ങളെ സംബന്ധിച്ച് വളരെ മൗത്ത് വാട്ടറിംഗ് ആയിട്ടുള്ളൊരു സെഗ്മെൻറ്റാണ്. അതായത് സ്ട്രീറ്റ് ഫുഡ്. ഇവിടുത്തെ സ്ട്രീറ്റ് ഫുഡ് ഭയങ്കര ഫേമസ് ആണ്. അത്യാവശ്യം നല്ല വൃത്തിയിലാണ് കാര്യങ്ങളൊക്കെ ക്രമീകരിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങളൊരു സ്ട്രീറ്റ് ഫുഡ് പ്രേമിയാണെങ്കിൽ ഉറപ്പായിട്ടും ഇവിടെ വരികയാണെങ്കിൽ ഇതൊന്ന് ട്രൈ നോക്കണം. ഞങ്ങളും 1-2 സാധനങ്ങളൊക്കെ ട്രൈ ചെയ്തു. ജസ്റ്റ് ഒന്ന് കാണിക്കട്ടോ. ഇവിടുത്തെ വെറൈറ്റി ചിക്കൻ ഫ്രൈയും മോമോസും ഒക്കെ ആയിരുന്നു ഞങ്ങൾ ട്രൈ ചെയ്തത്. അപ്പോൾ ഇപ്പോൾ നേരം രാത്രിയായി. ഞങ്ങളുടെ ഇന്നത്തെ പരിപാടികൾ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ നാളത്തെ വിശേഷങ്ങളുമായിട്ട് വീണ്ടും കാണാം കേട്ടോ. ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഹൈദരാബാദിലെ സെക്കൻഡ് ഡേ ആണ്. ഇന്നലെ ഞങ്ങളൊരു 3 സ്ഥലങ്ങളാണ് മെയിനായിട്ട് പോയത്. അപ്പോൾ ഇന്ന് പ്രത്യേകിച്ച് പ്ലാനൊന്നുമില്ല. ആക്ച്വലി രാമോജി റാവു ഫിലിം സിറ്റിയാണ് പ്ലാൻ ചെയ്തിരുന്നത്. അപ്പോൾ ഉദയ് പറഞ്ഞ ഒരു ഫുൾ ഡേ പരിപാടിയാണ്. ഉദയന് അത്രയും ഫ്രീ ആവാനും പറ്റില്ലാത്തതുകൊണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഉച്ചവരെ ഞാനിവിടെയൊക്കെ ഉണ്ടാവും. അതിനുശേഷം ഗോൽക്കൊണ്ട ഫോർട്ട് പോകേണ്ട പരിപാടിയാണ്. അതുവരെ ചെറിയ കുറച്ച് പർച്ചേസിങ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. ട്രെയിൻ വന്നു കയറാൻ പോകണം. അപ്പോൾ ഇനി ഹൈദരാബാദ് വന്നിട്ട് പർച്ചേസിങ് വീഡിയോ ഒന്നും കാണിച്ചിട്ടില്ലെന്ന് പറയില്ലല്ലോ. ഞങ്ങളൊരു പേളിൻ്റെ മാല മേടിക്കാൻ വന്ന ലേഖയ്ക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇവിടെ അത്യാവശ്യം നല്ല കളക്ഷനുള്ളൊരു ഷോപ്പ് ഞങ്ങൾ കണ്ടായിരുന്നു. ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് പേൾ മാലകൾ ഇവിടെ ഉണ്ട് കേട്ടോ. ഇത് കണ്ടോ, അടിപൊളി സാധനങ്ങളൊക്കെ കുറേ ഉള്ളു കേട്ടോ. അപ്പോൾ ഏതായാലും ഞങ്ങൾ ഒരെണ്ണം സെലക്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു ഓൾട്ടറേഷൻ നടക്കാം. കുറച്ച് ലെങ്ത് കൂട്ടാൻ കൊടുത്തിരിക്കുക കേട്ടോ. അതിനുശേഷം കാണിക്കാൻ കിട്ടിയ ശേഷം ഏതാ സെലക്ട് ചെയ്തിരിക്കുന്നുണ്ട് ലേഖ. ഇനി ആരെങ്കിലും ചാർമിനാർ വരികയാണ് ഇവിടുന്ന് വാങ്ങണം എന്നാകും. ഇതൊക്കെ ഒരുപാടുണ്ട് കേട്ടോ. ഇവിടെ പേൾ സിറ്റി തന്നെയാണ്, ഇഷ്ടം പോലെ ഉണ്ട് ഷോപ്സ്. ഇവിടെ നമ്പർ ഉണ്ടെങ്കിൽ തന്നേക്കാം എന്ന് മെസ്സേജ് ചെയ്താൽ മതി. അപ്പോൾ അതെ ലേക്ക് ഞാൻ വാങ്ങിയ പേൾ സെറ്റ് റെഡിയാണ്. ഓൾട്ടറേഷനൊക്കെ കഴിഞ്ഞ് എത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇത് ഇഷ്ടമായി തന്നെ ഞാൻ കരുതുന്നു. ഇതേ 3 ലെയറിൻ്റെ ഒരു മാല ഇടയ്ക്ക് ഗോൾഡ് വെച്ചിട്ടുണ്ട്. ഇത് കണ്ടോ, നല്ല അടിപൊളി പെൻഡൻ്റാണ്. പ്ലസ് അതിൻ്റെ തന്നെ സ്റ്റഡ്സ് ഉണ്ട്. പിന്നെ അതിന് മാച്ചിങ് ആയിട്ട് വളയും മേടിച്ചിട്ടുണ്ട് കേട്ടോ. ഇത് ഞങ്ങളിപ്പോൾ ഹൈദരാബാദിലെ ലാസ്റ്റ് ഡെസ്റ്റിനേഷനിലുള്ള, അതായത് ഗോൽക്കൊണ്ട ഫോർട്ട്. ഇതിൻ്റെ പുറകിലോട്ട് നോക്കിയാൽ കാണാം ഭംഗിയായ ഒരു ഫോർട്ട് കണ്ടല്ലോ. അപ്പോൾ ഞങ്ങൾ പർച്ചേസിങ് കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് എത്തിയപ്പോൾ കുറച്ച് ലേറ്റായി. ഇപ്പോൾ 4 മണിയായി. 5 മണി വരെ എൻട്രി ഉള്ളൂ കേട്ടോ. ഇവിടെ 25 രൂപയാണ് എൻട്രി ടിക്കറ്റ്. അപ്പോൾ എന്തായാലും നമുക്ക് വളരെ പെട്ടെന്ന് അതിൻ്റെ ഉള്ളിലേക്ക് പോയിട്ട് അവിടുത്തെ വിശേഷങ്ങൾ അതൊക്കെയാണ് കാണാം. പോരെ. ഇവിടേക്ക് കടക്കുമ്പോൾ നമ്മൾ ആദ്യം കാണുന്നത് പ്ലാറ്റ്ഫോം പോർട്ടിക്കോ അഥവാ ശബ്ദവിന്യാസത്തിൻ്റെ ഇടനാഴി എന്ന ഒരു ഭാഗത്തേക്കാണ്. ഇത് ശരിക്കും ആരിലും അതിശയം ഉളവാക്കുന്ന ഒരു സംഭവം തന്നെയാണ്. ഇവിടെ നിന്ന് നമ്മൾ ക്ലാപ്പ് ചെയ്യുവാണെങ്കിൽ അത് കോട്ടയുടെ എല്ലാ ഭാഗങ്ങളിലും, പ്രത്യേകിച്ച് 1 കിലോമീറ്റർ അകലുള്ള ഭാഗത്ത് വരെ കേൾക്കാവുന്ന രീതിയിലാണ് നിർമ്മിച്ചിട്ടുള്ളത്. ടെലിഫോൺ സൗകര്യങ്ങളൊന്നും ഇല്ലാതിരുന്ന അക്കാലത്ത് ഈ കോട്ടയ്ക്കുള്ളിലെ കമ്മ്യൂണിക്കേഷന് ഉപയോഗിച്ചിരുന്നത് ഈ സംവിധാനമാണ്. ഇനി നമ്മൾ കോട്ടയുടെ ഉള്ളിലേക്ക് കടക്കുകയാണെങ്കിൽ ഇത്തരം ഒരു നിർമ്മാണം നൂറ്റാണ്ടുകൾക്ക് മുമ്പ്, അതായത് ടെക്നോളജിയൊന്നും ഒട്ടും ഡെവലപ്പ് ഇല്ലായിരുന്ന അക്കാലത്ത് മനുഷ്യന് എങ്ങനെ സാധ്യമായും തോന്നിപ്പിക്കുന്ന അതിശയകരമായ കാഴ്ചകളാണ് നമ്മെ കാത്തിരിക്കുന്നത്. അപ്പോൾ നമുക്കതിൻ്റെ ചെറിയ കാഴ്ചകളിലേക്ക് കിടക്കാം. അതിനുമുമ്പ് ഒരു കാര്യം കൂടെ, ഇതിൻ്റെയും വിശദമായ ഒരു വീഡിയോ എനിക്ക് പ്ലാൻ ചെയ്യാനുള്ള പരിപാടി ഉണ്ട് കേട്ടോ. ഹൈദരാബാദിൻ്റെ പടിഞ്ഞാറൻ പ്രാന്തപ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു കോട്ടയും തകർന്ന നഗരവുമാണ് ശരിക്കും ഗോൽക്കൊണ്ട എന്ന് പറഞ്ഞത്. 11-ാം നൂറ്റാണ്ടിൽ കാക്കതീയ ഭരണാധികാരി പ്രതാപരുദ്രയാണ് ഈ കോട്ട മണ്ണുകൊണ്ട് ആദ്യമായി നിർമ്മിച്ചത്. വജ്രഖനികളുടെ സമീപത്തായതിനാൽ ഗോൽക്കൊണ്ട വജ്രങ്ങൾ എന്നറിയപ്പെടുന്ന വലിയ വജ്രങ്ങളുടെ വ്യാപാര കേന്ദ്രമായി ശരിക്കും ഈ ഗോൽക്കൊണ്ട വളർന്നു. പ്രശസ്തമായ കോഹിനൂർ, ഹോപ്പ് വജ്രങ്ങൾ സൂക്ഷിച്ചിരുന്നത് ഈ കോട്ടയുടെ പ്രത്യേക നിലവറകളിലായിരുന്നു. ഇനി ഈ കോട്ടയുടെ മുകളിലേക്ക് കയറുമ്പോൾ ഏതു ഭാഗത്തു നിന്ന് നോക്കിയാലും ഹൈദരാബാദ് സിറ്റിയുടെ വിശാലമായ ഒരു കാഴ്ച നമുക്ക് കാണാൻ പറ്റും. ഏറ്റവും മുകളിലായിട്ടൊരു അമ്പലമുണ്ട്. അമ്പലത്തിൻ്റെ കാഴ്ചകൾ ഉൾക്കൊള്ളിക്കാൻ സാധിച്ചിട്ടില്ല. എന്തായാലും നിലവിൽ ഈ കോട്ട ഉപേക്ഷിക്കപ്പെട്ടതും അവശിഷ്ടവുമാണ്.
2014 യുനെസ്കോ ഈ കോട്ടയെ ലോക പൈതൃക സ്ഥലമായി മാറുന്നതിനായി താൽക്കാലിക പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഗോൽക്കൊണ്ട ഫോട്ടോ ഒക്കെ കണ്ട് താഴേക്ക് ഇറങ്ങുന്ന പരിപാടിയിലാണ്. ഇവിടെ നോക്കിയാൽ ഹൈദരാബാദിൻ്റെ വിശാലമായൊരു കാഴ്ച കണ്ടല്ലോ. ഹൈദരാബാദ് സിറ്റിയുടെ അടിപൊളിയാട്ടോ ലുക്ക്. അപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ ഈ ഗോൽക്കൊണ്ട ഫോർട്ട് ഹൈദരാബാദിലെ വൺ ഓഫ് ദ ബെസ്റ്റ് ടൂറിസ്റ്റ് അട്രാക്ഷൻസ് ആട്ടോ. അടിപൊളിയാണ്. ഞാൻ ഒരുപാട് ഫോട്ടോ കയറിയിട്ടുണ്ട്. ഇതൊരു വലിയ എക്സ്പീരിയൻസ് ആട്ടോ. അപ്പം ഒരു 3-4 പ്ലേസസ് ചേർത്തിട്ട് ഒറ്റ വീഡിയോ ഒക്കെ ഞാൻ അപ്ലോഡ് ചെയ്യുകയാണ്. സോ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഇത്തരം ട്രിപ്സൊക്കെ പ്ലാൻ ചെയ്യുന്നാൽ ഇത്രയും ട്രാവൽസിൽ ഇൻട്രസ്റ്റ് ഉള്ള നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും ഷെയർ ചെയ്ത് കൊടുക്കുക. സോ മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരെയും ബൈ ഫ്രം സജീസ് ഇന്നോവേഷൻസ്.